അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തത് NMDC ആണ്. NMDC ബൈ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മാസം മുമ്പാണ് നമുക്ക് സെൽ വന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിലെ കുഴപ്പം എന്ന് വെച്ചാൽ നിഫ്റ്റി മെറ്റൽ, ഈ നിഫ്റ്റി മെറ്റൽ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സെൽ സോണിലാണ് നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. അടുത്തൊരു ബൈ ഉള്ളത് സമ്മാൻ ക്യാപ്പിലാണ്. ഇത് 2 വീക്സ് മുമ്പാണ് ഇതിന്റെ സെല്ല് വന്നത്. നമുക്ക് ഇതിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. മറ്റൊരു കാര്യം, ഇതൊരു സ്റ്റേജ് 2 സ്റ്റോക്ക് അല്ല. നമുക്ക് ഈ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ 20 MA നിന്ന് ഏകദേശം ഒരു 5% മൂവ് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാവും. ഓൾറെഡി ഒരു 5% റിസ്ക് ഉണ്ട് ഇവിടെ. ഞാൻ എന്തുകൊണ്ട് 20 MA ഉപയോഗിക്കുന്നത് വെച്ചാൽ 20 MA നമ്മളൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും 20 MA ഒരു പുൾ ബാക്ക് പോലെയാണ് EMA യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നോക്കിയാൽ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു 7%. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ ഒരു 4% എന്ന് പറയുന്ന ഒരു SL അല്ലെങ്കിൽ ഒരു റിസ്ക് ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത നമുക്ക് സാരേഗാമ ആണ്. സാരേഗാമ നമുക്ക് MTF സ്റ്റോക്കാണ്. ലാസ്റ്റ് ബൈ വന്നത് ഒരു മാസം മുമ്പാണ്. ഓക്കെ, സാരേഗാമ കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആണ് കാണുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇതിൽ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് വരുന്നത് വിപ്രോ ആണ്. വിപ്രോ ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിഫ്റ്റി IT ആണ്. നിഫ്റ്റി IT ഓൾറെഡി സെൽ സോണിലാണ്. നമ്മൾ അതുകൊണ്ട് നമ്മൾ വിപ്രോ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് സ്റ്റോക്കിലാണ് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിച്ച ക്രൈറ്റീരിയകൾ, അതായത് ഈ സ്റ്റോക്ക് സ്റ്റേജ് 2 ആണോ നോക്കിയാൽ നമ്മൾ സ്റ്റേജ് 2 ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന സെക്ടർ ഗ്രീനിലാണോ, ഗ്രീൻ അല്ലെങ്കിൽ നമുക്ക് അതും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാം നമുക്ക്. അടുത്തത് ഇതിന്റെ EMA നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ EMAയിൽ നിന്ന് എത്ര മൂവ് ഓൾറെഡി വന്നിട്ട് നോക്കാം. ഒരു ബിലോ 5% ആണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിൽ കൺസിഡർ ചെയ്യാണ്ടിരിക്കണം നല്ലത്. നമുക്ക് അതിനുശേഷം വരുന്നൊരു കാര്യമാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വളരെ നിയർ ആണെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടും നമുക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോക്സ് കണ്ടെത്തി നമുക്ക് നെക്സ്റ്റ് ഡേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് തന്നെ സ്റ്റോക്സ് കിട്ടുന്നതാണ്. നമ്മൾ നിഫ്റ്റി 500 ട്രെൻഡ് റേറ്റർ എന്ന് പറയുന്ന സ്കാനർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിന് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്ക് ഇതിലൊരു ബൈ സെൽ സിഗ്നൽ വരികയും അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, ഇതിപ്പോൾ ABC ക്യാപിറ്റൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ നമുക്കൊരു സെൽ സിഗ്നൽ വന്നു. അതായത് നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സെൽ ചെയ്യണമെന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത നമുക്ക് സ്റ്റോക്കിന്റെ ഫിൽറ്ററിംഗ് ക്രൈറ്റീരിയ കൂടി ഒന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, അതായത് നമുക്ക് ഇപ്പോൾ ഈവൻ ഒരു 10 സ്റ്റോക്കുകൾ തന്നെ ഒരു ദിവസം വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലേക്ക് എത്തി അത് മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്.